എല്ലാവർക്കും നമസ്കാരം. മേക്ക് ഇറ്റ് റിയലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. 3-ൽ നിന്നും തുടങ്ങാം പാർട്ട് 2 ആണ് ഈ വീഡിയോയിലുള്ളത്. പാർട്ട് 1 കാണാത്തവർ പാർട്ട് 1 കാണുക. അപ്പോൾ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. 3-ാം ക്ലാസ്സിലെ 7-ാമത്തെ പാഠമാണ് വർണ്ണച്ചിറകുകൾ വീശി വീശി. ഈ പാഠത്തിൽ നമുക്ക് PSCയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പാഠത്തിലൂടെ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. നമ്മുടെ രാജ്യത്ത് കാണുന്ന വലിയ പൂമ്പാറ്റ ഗരുഡശലഭം. നമ്മുടെ രാജ്യത്ത് കാണുന്ന വലിയ പൂമ്പാറ്റ ഗരുഡശലഭമാണ്. അതുപോലെ നമ്മുടെ രാജ്യത്ത് കാണുന്ന ചെറിയ പൂമ്പാറ്റയുടെ പേരാണ് രത്നനീലി. അപ്പോൾ 2 ചോദ്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. നമ്മുടെ രാജ്യത്ത് കാണുന്ന വലിയ പൂമ്പാറ്റ ഗരുഡശലഭവും ചെറിയ പൂമ്പാറ്റ രത്നനീലിയുമാണ്. അടുത്തതായി നമ്മൾ നോക്കുന്നത് ചിത്രശലഭങ്ങളുടെ വളർച്ചാ ക്രമമാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ചിത്രശലഭം മുട്ടയിടും. ആ മുട്ട പിന്നീട് പുഴുവായിട്ട് മാറും. പുഴു പ്യൂപ്പയാകും. പ്യൂപ്പ വിരിഞ്ഞാണ് ശലഭമായി പുറത്തേക്ക് വരുന്നത്. പിന്നീട് ശലഭം വീണ്ടും മുട്ടയിടും. അങ്ങനെ ആ സൈക്കിള് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി കേരളത്തിൽ കാണുന്ന ചില ചിത്രശലഭങ്ങളുടെ പേരുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. തകരമുത്തി, നീലക്കടുവ, നീലക്കുടുക്ക, നാട്ടുറോസ്, മഞ്ഞപ്പാപ്പാത്തി, എരുക്കുതപ്പി, സ്ലേറ്റ് ഫ്ലാഷ്, കറുപ്പൻ, വിലാസിനി, നാട്ടുകോമാളി, പുലിത്തെയ്യൻ, തവിടൻ ആര. ഇതെല്ലാമാണ് കേരളത്തിൽ കാണുന്ന ചില ചിത്രശലഭങ്ങളുടെ പേരുകൾ. 3-ാം ക്ലാസ്സിലെ 8-ാമത്തെ പാഠമായ മണ്ണിലൂടെ നടക്കാം എന്ന ചാപ്റ്ററാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ എന്തെല്ലാമാണ് PSCയുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്ന ചോദ്യങ്ങൾ എന്ന് നമുക്ക് നോക്കാം. മണ്ണിൻ്റെ രൂപീകരണത്തെക്കുറിച്ചാണ് ആദ്യമായി പറയുന്നത്. കല്ലും പാറയും പൊടിഞ്ഞാണ് മണ്ണുണ്ടാകുന്നത്. ഈ കല്ലും പാറയും പൊടിയാനുള്ള പ്രധാന കാരണം സൂര്യൻ്റെ ചൂട്, കാറ്റ്, മഴ തുടങ്ങിയവയാണ്. അനേക വർഷങ്ങൾ എടുത്തിട്ടാണ് ഈ പാറയും കല്ലുമെല്ലാം പൊടിഞ്ഞ് മണ്ണാകുന്നത്. അതുപോലെ തന്നെ അനേക വർഷങ്ങൾ കൊണ്ട് ഈ മണ്ണ് കൂടിച്ചേർന്ന് പാറയും കല്ലുകളുമായി രൂപപ്പെടുകയും ചെയ്യും. പലതരത്തിലുള്ള മണ്ണുണ്ട്. പ്രധാനമായും നമുക്ക് ഈ ചാപ്റ്ററിൽ പറയുന്നത് 5 തരത്തിലുള്ള മണ്ണിനെ കുറിച്ചാണ്. എക്കൽ മണ്ണ്, മണൽ മണ്ണ്, ചെമ്മണ്ണ്, കളിമണ്ണ്, കരിമണ്ണ്. ജലത്തോടൊപ്പം ഒഴുകിയെത്തുന്ന മേൽമണ്ണ് അടിഞ്ഞുകൂടി രൂപപ്പെടുന്ന മണ്ണാണ് എക്കൽ മണ്ണ്. തരിതരിയായി കാണപ്പെടുന്ന മണ്ണ് മണൽ മണ്ണ്. ചുവന്ന നിറത്തിൽ കാണുന്ന മണ്ണ് ചെമ്മണ്ണ്. അപ്പോൾ ജലത്തോടൊപ്പം ഒഴുകിയെത്തുന്ന മേൽമണ്ണ് അടിഞ്ഞുകൂടി രൂപപ്പെടുന്ന മണ്ണാണ് എക്കൽ മണ്ണ്. തരിതരിയായി കാണപ്പെടുന്ന മണ്ണാണ് മണൽ മണ്ണ്. ചുവന്ന നിറത്തിൽ കാണുന്ന മണ്ണാണ് ചെമ്മണ്ണ്. പശിമയുള്ള മണ്ണ് കളിമണ്ണ്. കറുത്ത നിറത്തിൽ തരിതരിയായി കാണപ്പെടുന്ന മണ്ണ് കരിമണ്ണ്. ജലസംഭരണശേഷി കൂടുതലുള്ള മണ്ണാണ് ചെമ്മണ്ണ്. ജലസംഭരണശേഷി കുറഞ്ഞ മണ്ണ് മണൽ മണ്ണ്. ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ മണ്ണ് വളക്കൂറുള്ള മേൽമണ്ണ്. അപ്പോൾ ഇത്രയുമാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത്. 3-ാം ക്ലാസ്സിലെ 9-ാമത്തെ പാഠമാണ് സുരക്ഷിത യാത്ര. അതിൽ വരുന്ന പോയിന്റുകൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് നോക്കാം. റോഡിൻ്റെ ഏതുവശം ചേർന്നാണ് കാൽനട യാത്രക്കാർ സഞ്ചരിക്കേണ്ടത്? വലതുവശം. സിഗ്നൽ ലൈറ്റുകളിലെ ചുവപ്പ് നിറം നിർത്തുക എന്നതിനെ സൂചിപ്പിക്കുന്നു. മഞ്ഞ തയ്യാറാകുക, പച്ച മുന്നോട്ടു പോവുക. 3-ാം ക്ലാസ്സിലെ 10-ാമത്തെ പാഠമാണ് കേരളക്കരയിലൂടെ. ആ പാഠത്തിൽ വരുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ സംസ്ഥാനം എല്ലാവർക്കും അറിയാം, കേരളം. കേരളത്തിലെ ജില്ലകളുടെ എണ്ണം 14. കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരം. വയനാട് ജില്ലയുടെ ആസ്ഥാനം കൽപ്പറ്റ.
ഇനി നമുക്ക് വയനാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇത് 3ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിലുള്ളതുപോലെ തന്നെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. എടയ്ക്കൽ ഗുഹ, പഴശ്ശി സ്മാരകം, മുത്തങ്ങ വന്യജീവി സങ്കേതം, തിരുനെല്ലി, കുറുവ ദ്വീപ്, പൂക്കോട് തടാകം. ഇതെല്ലാമാണ് വയനാട് ജില്ലയിലെ പ്രധാന സ്ഥലങ്ങൾ. അതിൽ എടയ്ക്കൽ ഗുഹ, പഴശ്ശി സ്മാരകം എല്ലാം, കുറുവ ദ്വീപ് ഇതെല്ലാം സ്ഥിരമായിട്ട് PSC ചോദിച്ചിരുന്ന ചോദ്യങ്ങളാണ്. അതുകൊണ്ട് എല്ലാവരും നന്നായി മനസ്സിലാക്കി വയ്ക്കുക. ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. ഇരവികുളം ദേശീയോദ്യാനത്തിലെ സംരക്ഷിത മൃഗം വരയാട്. രാജമല സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏത്? ഇരവികുളം ദേശീയോദ്യാനം. എൻ്റെ കേരളം. കേരള സംസ്ഥാനം രൂപം കൊണ്ട വർഷം 1956 നവംബർ 1. ഭാഷയുടെ അടിസ്ഥാനത്തിൽ രൂപം കൊണ്ട സംസ്ഥാനമാണ് കേരളം. കടൽ തീരമില്ലാത്ത ജില്ലകൾ വയനാട്, ഇടുക്കി. നമ്മുടെ സംസ്ഥാന മൃഗം ആന. സംസ്ഥാന പക്ഷി മലമുഴക്കി വേഴാമ്പൽ. സംസ്ഥാന മത്സ്യം കരിമീൻ. സംസ്ഥാന പുഷ്പം കണിക്കൊന്ന. സംസ്ഥാന വൃക്ഷം തെങ്ങ്. അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് 11ാമത്തെ പാഠമാണ്. നാം വസിക്കും ഭൂമി. ഭൂമിയിൽ രാവും പകലും അനുഭവപ്പെടാനുള്ള കാരണം ഭൂമിയുടെ ഭ്രമണമാണ്. ഭൂമിയുടെ മാതൃകയാണ് ഗ്ലോബ്. ഗ്ലോബിലെ നീല നിറം കടലിനെ അഥവാ വെള്ളത്തെ സൂചിപ്പിക്കുന്നു. ബഹിരാകാശത്തു നിന്ന് എടുത്ത ഭൂമിയുടെ ചിത്രം നീല നിറത്തിൽ കാണാനുള്ള കാരണം ഭൂമിയുടെ കൂടുതൽ ഭാഗവും ജലമായതുകൊണ്ടാണ്. 3ാം ക്ലാസ്സിലെ ലാസ്റ്റ് ചാപ്റ്റർ 12ാമത്തെ ചാപ്റ്റർ ഉണ്ണാനും ഉറങ്ങാനും. അതിൽ വരുന്ന പോയിന്റ് ഏതാണെന്ന് നോക്കാം. എല്ലാ കാലത്തും മഞ്ഞു മൂടിക്കിടക്കുന്ന പ്രദേശത്ത് മഞ്ഞുകട്ടകൾ കൊണ്ട് ഉണ്ടാക്കുന്ന വീടാണ് ഇഗ്ലു. ഇഗ്ലുവിൽ താമസിക്കുന്ന ജനവിഭാഗം എസ്കിമോകൾ എന്നറിയപ്പെടുന്നു. 3ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ PSCയുമായി ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞു. അടുത്തത് 4ാം ക്ലാസ്സിലെയാണ്. അതിനുവേണ്ടി കാത്തിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. കൂടുതൽ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഈ വീഡിയോകൾ എത്തിക്കുക. താങ്ക്